വണ്ടിപ്പെരിയാർ കേസിൽ അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ് സർക്കാരും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും. ഇനിയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ തങ്ങൾക്ക് നീതി വേണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ കുടുംബം നിൽക്കുന്നത്. കുടുംബത്തിൽ ആ കുട്ടിയുടെ പിതാവ് നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ അപ്പീലിന് പോയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇത് പെട്ടെന്ന് തന്നെ അവർ ഇങ്ങനെ ഒരു അപ്പീലിന് തയ്യാറായത് നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ പോലും ഇത് അപ്പീലല്ല, നമുക്ക് വന്നിട്ട് അതായത് ഈ ജഡ്ജിമെൻറ്റിൻ്റെ റദ്ദ് ചെയ്യണം. ജഡ്ജിമെൻറ്റ് റദ്ദ് ചെയ്തിട്ട് പ്രതി അറസ്റ്റ് ചെയ്ത് FIR നിലനിർത്തിക്കൊണ്ട് കേസ് മുമ്പോട്ട് പോകണമെന്നാണ്. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഈ അപ്പീലിന് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ പുനരന്വേഷണം ആ രീതിക്ക് പോയി കഴിഞ്ഞാൽ കേസ് നീണ്ടുപോകും. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇതിനകത്ത് തന്നെ കുറ്റം അവന് ചുമത്തിക്കൊണ്ടുള്ള തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ജഡ്ജിമെൻറ്റ് ചെയ്യണമെന്നാണ് പെട്ടെന്ന് ഒരു രീതിക്കാണ്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെ ചാനലാണ് ഞാൻ അവിടെ എന്ത് രീതിയിലാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ക്ലിയറായിട്ട്. എന്നാലും നമ്മൾ പറഞ്ഞ കാര്യം ഇവിടുത്തെ പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തും CAയുടെ ഭാഗത്തും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തും ഈ കേസിൻ്റെ പോക്സോ കേസിൽ അവർ അന്വേഷണം നടത്തിയ സമയത്തൊന്നും എനിക്ക് അതിനകത്ത് തെറ്റുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ജഡ്ജി മാറിയ പിന്നെയാണ് അവിടെ രണ്ടാമത് വന്ന ജഡ്ജിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചില്ലെന്നുള്ള, ആദ്യം തുടക്കം മുതലേ അവർക്ക് ഇതിനകത്തൊരു പ്രാധാന്യം കൊടുക്കാനുള്ള കഴിവില്ലായിരുന്നു. ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നുള്ളതാണ്. നമ്മൾ എന്തോരം പ്രസൻറ്റ് അവിടെ കാണിച്ചാലും അവരിതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അത് തന്നെയാണ്, അതാണ് കോടതിക്ക് വീഴ്ച പറ്റിയത് അവിടെയാണ്. അപ്പോൾ ഇവർ ഒന്ന് ശ്രദ്ധിച്ച് കൂടുതലൊന്ന് സമയമെടുത്തൊന്ന് പഠിച്ച് ജഡ്ജിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകാതെ ഇതിനൊരു തീരുമാനം ഉണ്ടായിപ്പോയാൽ ഇത്ര ഒരു കാര്യങ്ങൾ നടക്കത്തില്ലായിരുന്നു. എന്തായാലും ഈ ഒരു നിലവിലുണ്ടായിരിക്കുന്ന ഉത്തരവ് റദ്ദ് ചെയ്യണം എന്നത് തന്നെയാണ് ആവശ്യം. അതെ. അതിനകത്ത് ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടാണ് അറിഞ്ഞത്. അതിനകത്ത് എന്താണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള കാര്യം മുമ്പോട്ട് പോകും. എൻ്റെ തീരുമാനം ഇത് തന്നെയാണ്. ഈ ജഡ്ജിമെൻറ്റ് റദ്ദ് ചെയ്യണം. ഈ FIR നിലനിർത്തിക്കൊണ്ട് അവനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കേസ് മുമ്പോട്ട് പോകണം. അതുമാത്രമല്ല, അപ്പീലിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നടന്ന കേസ് പോലെ തന്നെ പോകും. എനിക്ക് ഇതിൻ്റെ അകത്ത് അട്രാസിറ്റി ആക്റ്റും കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിന് 10 കൊല്ലം കൂടെ ശിക്ഷ കിട്ടേണ്ട ഒരു വകുപ്പാണ്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ഞാൻ അർഹതപ്പെട്ടവനാണ്. അതിനെക്കുറിച്ചും കൂടെ കോടതി ഇതിനകത്ത് പരിശോധിച്ച് എനിക്ക് നീതി കിട്ടാനുള്ള സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അപ്പീലിലാണെങ്കിൽ അപ്പീൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൽ കക്ഷി ചേരുന്നില്ല. അപ്പീൽ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചെയ്യത്തുള്ളൂ കാര്യങ്ങൾ. സ്വന്തം നിലയിൽ പോകുമെന്ന് പറഞ്ഞത് അത് മുമ്പോട്ട് കൊണ്ടുപോകും. സ്വന്തം നിലയ്ക്ക് ഈ പ്രോസിക്യൂട്ടർ തന്നെ ഈ സർക്കാരിൻ്റെ അടുത്ത് നമുക്ക് താല്പര്യമുള്ള ആളെ നമ്മൾ പറയും, ആ രീതിക്ക് പോകും. പിന്നെ കക്ഷി ചേരാനുള്ള വക്കീൽമാരുണ്ട്. അതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് കക്ഷി ചേരാനുള്ള വക്കീലും കൂടെ ആലോചിക്കും. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ? അത് ഈ അടുത്ത ഡേറ്റ് തന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 26-28 ഇടയ്ക്ക് തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നടന്ന വീഴ്ചകളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിച്ച് എൻ്റെ കാര്യങ്ങൾ ഒരു നീതി കിട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനകത്ത് എന്ന് തോന്നുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിലാണ്. എന്തായിരുന്നാലും ഈ അപ്പീൽ പോകുക എന്നതിനൊപ്പം തന്നെ ഈ കട്ടപ്പന കോടതിയുടെ ഉത്തരവ് റദ്ദ് ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ തനിക്ക് നീതി വൈകും എന്നാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. അത്തരം നടപടികളിലേക്ക് പോകും. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കുമെന്നുമാണ് കുടുംബം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.